മാറ്റിക്കണമേ. നിന്നുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇവരെ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്ക് ആമുഖപ്രസാദം നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തങ്ങളുടെ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കുന്നവരാക്കി തീർക്കണമേ. ഓശോ അബുക്കുൽ സുബാലിൽ വൽമിൻ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രം സംഭവിച്ച് മാഞ്ഞുപോകാത്ത നിലമയിലെ കാലമൊക്കെ നിരന്തരം ഗ്രഹിക്കുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. പാപികൾക്കായി തുറന്നിരിക്കുന്ന കരുണകളുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുഖവും മലീനരെ വെളുപ്പിച്ച നിർമ്മലാക്കുന്ന കളിപ്പുമായിരിക്കുന്ന മനുഷ്യാനന്തരാന് ഭവനവാഴന്റെ നേരത്തും നമ്മുടെ ആഴ്ചന്റെ എല്ലാ നാളുകളിലും സ്തുതിയും ബഹുമാനവും മധുരവും യോഗ്യമായിരിക്കുന്നു. ആയപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിന്റെ കണ്ണീടെ കണ്ണാലി വാസസ്ഥലത്തെ പാർക്കുന്നവരെ കടാശിച്ചവരോട് കണ്ണ ചെയ്ത് രാപ്പകലിന്റെ ചെറിയ കീഴിവരെ മറച്ചുകൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവമായ ജീവൻ ചെയ്യുവാനും വരുവാനും നിൽക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച വിശുദ്ധന്മാരോടുകൂടെ മഹത്വം വിത്തുതയുമുള്ള നിന്റെ വാസസ്ഥലങ്ങളിൽ ദൈവം നൽകിയതായിട്ടുള്ള വലിയ കരുണയാണ്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. നമ്മുടെ എന്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ എല്ലാം കയ്യിലുണ്ടായിട്ടും കാര്യങ്ങളൊന്നും നടക്കാറില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഒരു ഭവനം നമ്മുടെ പേരിലാക്കുക അല്ലെങ്കിൽ നമ്മൾ വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭവനം പണിയുക എന്നൊക്കെ പറയുക, അത് ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ അതിൽ കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യഹോവയാണ്, ദൈവമാണ് ഇത് നമുക്ക് നൽകിയത് എന്നുള്ളതിൻ്റെ ഒരു ബോധം നമുക്ക് ആവശ്യമുള്ളതാണ്. രണ്ടാമത്തെ, എന്തിനാണ് ഒരു വീട്? നമ്മളൊരു സുരക്ഷിതയ്ക്കൂടെയാണ്, അല്ലേ? സേഫ്, കിടന്നുറങ്ങുക അല്ലെങ്കിൽ എവിടെ വസിക്കുക എന്നുള്ളതിൻ്റെയാണ്. അതുകൊണ്ട് പറയുന്നു, രണ്ടാമത്തെ കാര്യം ചേർത്ത് പറഞ്ഞതാണ്, നമ്മുടെ കാവലും ആരാണ്? ദൈവമാണ്. അതായത് ഈ ഭവനം പണിയുന്നത് ദൈവമാണ്, ഇതിൽ വസിക്കുന്നവർക്ക് കാവലായിരിക്കുന്നതും ദൈവമാണ്. അതുകൊണ്ടാണ് സ്ലീബായുടെ അടയാളത്തിൽ ഈ ഭവനത്തിന് മുദ്ര കുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ട് കട്ടിലിൻ്റെ അപ്പുറത്തപ്പുറത്ത് നമുക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ഭവനത്തിന് ഡോറിൽ അത് ചെയ്യുന്ന കാരണം ഇതിൻ്റെ അകത്ത് വരുന്നവരും പുറത്തു പോകുന്നവരും കർത്താവിൻ്റെ മുദ്രയാൽ എന്തുണ്ട്? രക്ഷിച്ചിട്ടുണ്ട്. യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ സീൽ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഒരു ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളാണല്ലോ. ഹൗസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, രണ്ടാമത്തെ ഒരു വാക്കുകൂടെ ഉണ്ട്, ഹോം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എങ്ങനെയാണ് ഒരു ഹൗസ് ഹോമായി തീരുന്നത്? ഹൗസ് ഒരു കെട്ടിടമാണ്, അല്ലേ? ഒരു ബിൽഡിങ്ങിൻ്റെ പേരാണ്. എന്നാൽ ഇവിടെ വസിക്കുന്നവരുടെ ജീവിത ശൈലിയാണ്. ഇതൊരു കെട്ടിടമാണോ, ഇതൊരു ഹോമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോമിൽ കുറെ കൂടെ റിലേഷൻഷിപ്പ് ഉണ്ട്, ഹോമിൽ കുറെ കൂടെ സന്തോഷമുണ്ട്, ഒരു ഹോമിൽ കുറെ കൂടെ ബന്ധങ്ങളുണ്ടെന്ന് നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട്
ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചു വരുമ്പോൾ സക്കായുടെ കാര്യങ്ങൾ പാട്ട് പാടുമ്പോഴും നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ദൈവവചനം വായിക്കുമ്പോഴും കേട്ടതാണ്. 2 കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ശുശ്രൂഷാരിന് കരമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്റെ മേലും താമസിച്ച് എന്നേക്കും പാർക്കുമാരാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ നിങ്ങളോട് കൂടി ഒരുങ്ങി സംബന്ധിച്ച നിങ്ങളെല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ സ്ത്രീകതയും ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനമുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. തുള്ളും നേ നാദ, നന്ദിയാലെന്നുള്ളം തുള്ളും നേ.